പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പറയാൻ പോകുന്നത് ളുഹ നിസ്കരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രണ്ട് ശക്തിയുള്ള പവർഫുള്ളായ പ്രാർത്ഥനകളാണ്. ഏതാണ് ആ പ്രാർത്ഥന? ആ പ്രാർത്ഥനകളുടെ അർത്ഥം എന്താണെന്ന് വിശദമായി നമ്മൾക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹു നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളെ വിഷമങ്ങൾ അകറ്റി തരട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാ ഹാജത്തുകളും അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ. എല്ലാവർക്കും അള്ളാഹു സമാധാനം നൽകട്ടെ. എല്ലാവർക്കും റാഹത്തല്ലേ? എല്ലാവർക്കും സന്തോഷല്ലേ? എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് 3 പ്രാവശ്യം അൽഹംദുലില്ലാ പറയൂ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അള്ളാഹു സ്വീകരിക്കട്ടെ. ഞങ്ങൾ ചൊല്ലിയ ഓരോ ഹംദിനും 1000 അനുഗ്രഹങ്ങൾ നൽകണേ അല്ലാ. ഞങ്ങൾ സാധുക്കളാണ്, പാപികളാണ്. ഞങ്ങളെ എല്ലാ പാപങ്ങളും പൊറുക്കണേ റബ്ബേ. നിന്റെ ഇഷ്ടദാസന്മാരിൽ സാധുക്കളായ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കുന്നത് ളുഹ നിസ്കരിച്ചു കഴിഞ്ഞാൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന 2 അത്ഭുതകരമായ ശക്തിയുള്ള പ്രാർത്ഥനകളാണ്. നമ്മളൊക്കെ ളുഹ നിസ്കരിക്കുന്ന ആളുകളാണ്. അതല്ലെങ്കിൽ നമ്മളെ ക്ലാസ് കേൾക്കുന്ന പല ആളുകളും ജീവിതത്തിൽ ളുഹ നിസ്കാരം പതിവാക്കുന്ന ആളുകളാണ്. പതിവാക്കാത്ത ആളുകൾ കഴിവിന്റെ പരമാവധി എല്ലാ ദിവസവും ളുഹ നിസ്കരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ളുഹ നിസ്കരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു നമ്മൾക്ക് നൽകുമെന്ന് ഹബീബായ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാൾ ളുഹ നിസ്കാരം പതിവാക്കി കഴിഞ്ഞാൽ അവന്റെ സർവ്വ പാപങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയാണ്. അല്ലേ? നമ്മളെ ജീവിതത്തിൽ എത്ര തെറ്റുകുറ്റങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ആ തെറ്റുകുറ്റങ്ങൾ പൊറുക്കാൻ 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി എന്നാണ് ഹബീബായ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി ളുഹ നിസ്കാരം ജീവിതത്തിൽ പതിവാക്കുക. അതുപോലെ തന്നെ ളുഹ നിസ്കാരം പതിവാക്കി കഴിഞ്ഞാൽ വലിയ ബറക്കത്ത് അള്ളാഹു നൽകുകയാണ്. മക്കളിൽ ബറക്കത്ത്, കുടുംബത്തിൽ ബറക്കത്ത്, സമ്പത്തിൽ ബറക്കത്ത്, ആയുസിൽ ബറക്കത്ത്, ശരീരത്തിൽ ബറക്കത്ത്. മാത്രമല്ല ദാരിദ്ര്യം നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. ദുനിയാവിന്റെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കാൻ പറ്റിയ സമയമാണ് ളുഹ നിസ്കാരത്തിന്റെ സമയം. അപ്പൊ വലിയ ബറക്കത്തും ഐശ്വര്യവും അള്ളാഹു നമ്മളെ ജീവിതത്തിൽ നൽകുകയും ദാരിദ്ര്യത്തിനെ തൊട്ട് അള്ളാഹു നമ്മൾക്ക് കാവൽ നൽകുകയും ചെയ്യും. ളുഹ നിസ്കാരം പതിവാക്കി കഴിഞ്ഞാൽ സ്വർഗത്തിൽ അള്ളാഹു കൊട്ടാരമാണ് നമ്മൾക്ക് ഓഫർ ചെയ്തിട്ടുള്ളത്. അല്ലേ? സ്വർഗം ആഗ്രഹിക്കാത്ത മനുഷ്യരുണ്ടോ? സ്വർഗം ആഗ്രഹിക്കാത്ത മുഅ്മിനീങ്ങളുണ്ടോ? കാരണം എന്താ? ഒരിക്കലും തളർച്ചയും പ്രയാസങ്ങളും രോഗങ്ങളും ഒന്നുമില്ലാത്ത, അല്ലലില്ലാത്ത, അലട്ടലില്ലാത്ത ഒരു ലോകമാണ് സ്വർഗമെന്ന് പറയുന്നത്. ഏതൊരു മുഅ്മിനായ മുസ്ലിമായ മനുഷ്യരും സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ളുഹ നിസ്കാരം പതിവാക്കി കഴിഞ്ഞാൽ അള്ളാഹു അവർക്ക് സ്വർഗത്തിൽ കൊട്ടാരമാണ് ഓഫർ ചെയ്തിട്ടുള്ളത്. ഭാഗ്യം നൽകണേ അല്ലാ. ആ കൊട്ടാരത്തിൽ പ്രവേശിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ഈ ക്ലാസ് കേൾക്കുന്നവർക്കൊക്കെ ഭാഗ്യം നൽകണേ റബ്ബേ. അതുപോലെ ഒരു ഉംറയുടെ പ്രതിഫലം അള്ളാഹു നമ്മൾക്ക് നൽകും. അല്ലെ? എത്രയോ ആളുകൾ ഉംറ ചെയ്യാൻ കഴിയാത്ത ആളുകളുണ്ട്. അസുഖം കാരണം ഉംറ ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ട്. സമ്പത്തില്ലാത്തതിന്റെ പേരിൽ ഉംറ ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ട്. അവർക്കൊക്കെ ഉംറയുടെ പ്രതിഫലം ലഭിക്കാൻ ഒരു ഓഫർ ഇതാ, ളുഹ നിസ്കരിച്ചാൽ മതി. അതുകൊണ്ട് ളുഹ ഒഴിവാക്കരുതേ. അതുപോലെ തന്നെ അള്ളാഹുവിനെ സ്മരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ എണ്ണപ്പെടും. അള്ളാഹുവിനെ ഓർക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ രേഖപ്പെടുത്തുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതുകൊണ്ട് ആത്മാർത്ഥമായി നല്ല നിലക്ക് വുളു കൊടുത്തിട്ട് അല്ലാ എന്നുള്ള ചിന്തയോടുകൂടെ ളുഹ നിസ്കരിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ളുഹ നിസ്കാരത്തിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കുമല്ലോ, ആ പ്രാർത്ഥനയിൽ ഞാൻ ഈ പറയുന്ന 2 പ്രാർത്ഥനകൾ നിങ്ങൾ ഉൾപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് ഫലം ലഭിക്കും, ഒരു സംശയം വേണ്ട. ഒന്നാമത്തെ പ്രാർത്ഥന ഹബീബായ തങ്ങൾ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. എല്ലാവരും ശരിക്കും നോക്കുക, സ്ക്രീനിലേക്ക് നോക്കുക, ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക, എഴുതിയെടുക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക.
അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ ജഹദിൽ ബലാഇ വദർകിശ് ശഖാഇ വസൂഇൽ ഖലാഇ വശമാതത്തിൽ അഅദാ. വളരെ സിമ്പിളായ പ്രാർത്ഥനയാണ്, ആർക്കും പെട്ടെന്ന് പഠിക്കാൻ പറ്റിയ പ്രാർത്ഥനയാണ്. എങ്ങനെ? അല്ലാഹുമ്മ, എന്റെ കൂടെ പറയും, അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ ജഹദിൽ ബലാഇ വദർകിശ് ശഖാഇ വസൂഇൽ ഖലാഇ വശമാതത്തിൽ അഅദാ. ഇനി നിസ്കരിക്കാൻ പ്രയാസമുള്ള ഉമ്മമാരുണ്ടാകും, അഥവാ മെൻസസായ ഉമ്മമാരുണ്ടാകും, നിഫാസ് ഉള്ള ഉമ്മമാരുണ്ടാകും. അവർക്കും ഈ പ്രാർത്ഥന ചൊല്ലാവുന്നതാണ്. കാരണം ഇത് ആയത്തൊന്നുമല്ല, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. മെൻസസ് കാലത്തും നിങ്ങൾക്ക് ഈ പ്രാർത്ഥന ചൊല്ലാവുന്നതാണ്. എങ്ങനെ? അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ ജഹദിൽ ബലാഇ വദർകിശ് ശഖാഇ വസൂഇൽ ഖലാഇ വശമാതത്തിൽ അഅദാ. അള്ളാഹു ചൊല്ലാല ഭാഗ്യം നൽകട്ടെ. എന്താണ് ഇതിന്റെ അർത്ഥം? അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നാ നഊദു ബിക, നിന്നോട് ഞങ്ങൾ കാവല് ചോദിക്കുന്നു, മിൻ ജഹദിൽ ബലാഇ, താങ്ങാനാവാത്ത മുസീബത്തുകളെ തൊട്ട്, താങ്ങാനാവാത്ത പരീക്ഷണങ്ങളെ തൊട്ട്. ചില പരീക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ മുഅ്മിനീങ്ങളെ നമുക്ക് താങ്ങാൻ കഴിയൂല. നമ്മുടെ സമ്പത്ത് മുഴുവനും ചെലവഴിച്ചാലും നമ്മൾക്ക് താങ്ങാൻ പറ്റാത്ത പരീക്ഷണങ്ങളുണ്ട്. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. അള്ളാഹുവെ, അത്തരം മുസീബത്തുകളെ തൊട്ട് ഞങ്ങളെയും ഈ ക്ലാസ് കേൾക്കുന്നവരെ മുഴുവനും കാക്കണേ റഹ്മാനെ. അപ്പൊ ഒന്നാമത്തെ അർത്ഥത എങ്ങനെ? അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ ജഹദിൽ ബലാഇ, താങ്ങാനാവാത്ത പരീക്ഷണങ്ങളെ തൊട്ട് നിന്നോട് ഞങ്ങൾ കാവല് ചോദിക്കുന്നു റബ്ബേ. രണ്ടാമത് വദർകിശ് ശഖാഇ, നാശത്തിൽ ചെന്ന് ചാടുന്നതിനെ തൊട്ട് നിന്നോട് ഞങ്ങൾ കാവല് ചോദിക്കുകയാണ്. അല്ലെ, ഭാഗ്യദോഷം എന്നൊക്കെ പറയും. എന്ത് ചെയ്താലും നമ്മൾ നാശത്തിലേക്ക് ചാടുകയാണ്. കച്ചവടം ചെയ്താൽ നമ്മൾക്ക് ഭാഗ്യമല്ല, നമ്മൾ പിന്നെയും കടത്തിലേക്ക് ചെന്ന് ചാടുകയാണ്. അങ്ങനെ എന്ത് ചെയ്താലും നാശത്തിലേക്ക് ചെന്ന് ചാടുമല്ലോ, അതിൽ നിന്നുള്ള കാവലാണ് വദർകിശ് ശഖാഇ, നാശത്തിലേക്ക് ചെന്ന് ചാടുന്നതിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ റബ്ബേ. വസൂഇൽ ഖലാഇ, സങ്കടപ്പെടുത്തുന്ന നിന്റെ വിധികളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ല. അള്ളാന്റെ ചില വിധികള് ചിലപ്പോ നമുക്ക് താങ്ങാൻ പോലും കഴിയൂല. കാക്കണേ റബ്ബേ, ഞങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത സങ്കടങ്ങൾ പെടുത്തുന്ന വിധികളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ, ഞങ്ങളെ സംരക്ഷിക്കണേ റഹ്മാനെ. വശമാതത്തിൽ അഅദാ, ഞങ്ങളുടെ പ്രയാസങ്ങൾ കണ്ടുകൊണ്ട്, ഞങ്ങളുടെ നാശം കണ്ടുകൊണ്ട് ശത്രുക്കൾക്ക് ചിരിക്കേണ്ട ഒരു അവസ്ഥ വരുത്തല്ല റബ്ബേ. അങ്ങനെ ഉണ്ടാവും ചിലപ്പോ. നമ്മളെ നാശം കണ്ട് നമ്മളെ ശത്രുക്കളൊക്കെ അട്ടഹസിച്ച് ചിരിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥ ഞങ്ങൾക്ക് നൽകല്ല റബ്ബേ. ഈ അർത്ഥം കൂടി മനസ്സിലാക്കിയിട്ട് ഈ പ്രാർത്ഥന നിങ്ങളൊന്ന് ചൊല്ലി നോക്കി, എന്തായാലും ഫലം ഉണ്ടാകും. ഒരു പ്രയാസവും നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകൂല. എല്ലാ ആഫത്ത് മുസീബത്തുകളെ തൊട്ടും അള്ളാഹു കാവല് നൽകാണ്. ഭർത്താക്കന്മാരോടും മക്കളോടൊക്കെ ഇത് ചൊല്ലാൻ പറയണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഇത് എഴുതിയെടുക്കുക. ഇത് എഴുതിയെടുത്തിട്ട് ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഇട്ടുകൊടുത്തോളി. ഇത് വല്ലാത്ത പ്രാർത്ഥനയാണ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഒന്നുകൂടെ ഞാൻ ചൊല്ലിത്തരാം. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ ജഹദിൽ ബലാഇ വദർകിശ് ശഖാഇ വസൂഇൽ ഖലാഇ വശമാതത്തിൽ അഅദാ. അല്ലാഹുവേ, അല്ലാഹുവേ, താങ്ങാനാവാത്ത പരീക്ഷണങ്ങളെ തൊട്ട് നിന്നോട് ഞങ്ങൾ കാവല് ചോദിക്കുന്നു. അതുപോലെ തന്നെ നാശത്തിൽ ചെന്ന് ചാടുന്നതിനെ തൊട്ട് നിന്നോട് ഞങ്ങൾ കാവല് ചോദിക്കുകയാണ്. സങ്കടപ്പെടുത്തുന്ന നിന്റെ വിധികളെ തൊട്ട് ഞങ്ങൾ കാവല് ചോദിക്കുന്നു. വദർകിശ് ശഖാഇ, ഞങ്ങളുടെ പ്രയാസങ്ങളെ കണ്ടുകൊണ്ട് ശത്രുക്കൾക്ക് ചിരിക്കേണ്ട ഒരു അവസ്ഥയെ തൊട്ട് ഞങ്ങൾ കാവല് ചോദിക്കുകയാണ്. അല്ലാഹുവേ, ഈ പ്രാർത്ഥന ഞങ്ങൾക്ക് പതിവാക്കാനുള്ള തൗഫീക്ക് നൽകണേ റഹ്മാനെ. ഇത് 5 വക്ത് ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും ഉപയോഗപ്പെടുത്താം. അതുപോലെ തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷവും നമ്മൾക്ക് ഉപയോഗപ്പെടുത്താം. പ്രത്യേകം ദുനിയാവിന്റെ കാര്യങ്ങളാണ് ഇതിൽ കൂടുതൽ പറയുന്നത്. ളുഹ നിസ്കാരത്തിന്റെ ശേഷവും നമ്മൾ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. രണ്ടാമത് നമ്മൾ ളുഹ നിസ്കാരത്തിന് ശേഷം പറയേണ്ട ഒരു ദിക്ർ, ഒരു പ്രാർത്ഥനയുണ്ട്. അതെന്താ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി അന്നി അഷ്ഹദു അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത അൽ അഹദുസ് സമദു അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. എന്റെ കൂടെ ഒന്ന് പറയും. അല്ലാഹുമ്മ
ഇന്നി അസ്അലുക ബി അന്നി അഷ്ഹദു അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത അൽ അഹദുസ് സ്വമദു അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇതിന്റെ അർത്ഥം എന്താ? അല്ലാഹുവേ, ഇന്നി അസ്അലുക, നിന്നോട് ഞങ്ങൾ ചോദിക്കുകയാണ്, ബി അന്നി അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുകയാണ്, അന്നക അൻതല്ലാഹ്, നീയാണ് അല്ലാഹു, നീയാണ് ലോകത്തിന്റെ യജമാനൻ, നീയാണ് എല്ലാവരെയും പടച്ചവൻ, നീയല്ലാതെ മറ്റൊരു റബ്ബില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ആരാധ്യനില്ല. അൽ അഹദു, നീ എങ്ങനത്തവനാണ്? ഒരുവനായ അല്ലാഹ്. അസ്സമദു, അന്യാശ്രയമില്ലാത്തവനാണ്. അള്ളാഹു ഒരാളെയും ആശ്രയിക്കുന്നില്ല. അതാണ് സ്വമദ് എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ ഇസ്മിന്റെ അർത്ഥം. അള്ളാഹു ആരെയും ആശ്രയിക്കാതെ ജീവിക്കുന്നവനാണ്. അല്ലദീ ലം യലിദ് വലം യൂലദ്, അള്ളാഹു പ്രസവിക്കുന്നവനോ പ്രസവിക്കപ്പെട്ടവനോ അല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് മക്കളില്ല, അള്ളാഹുവിന് മാതാപിതാക്കളില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അള്ളാഹുവിനെ പോലെ മറ്റാരുമില്ല. ഇതുകൊണ്ടാണ് പറയുന്നത് ദുആ ചെയ്താൽ. ഇതിന്റെ അർത്ഥം കേൾക്കുമ്പോൾ തന്നെ വല്ലാത്ത റാഹത്ത് ഉണ്ടാവുന്ന മുത്തു മുഅ്മിനീങ്ങൾക്ക്. എനിക്കെന്നെ ഇത് ചൊല്ലിയപ്പോൾ എന്തോ എൻ്റെ മനസ്സിന് വല്ലാത്ത ഒരു രോമാഞ്ചം വരികയാണ്, വല്ലാത്ത വിശ്വാസം വർദ്ധിച്ചതുപോലെ എനിക്ക് തന്നെ അനുഭവപ്പെട്ടു ഈ സമയത്ത്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾക്കും അനുഭവപ്പെടും. എന്ത് ചെയ്യണം? നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആത്മാർത്ഥതയോടുകൂടെ ഒരാളെയും ശല്യമില്ലാതെ ഒറ്റക്കിരുന്ന് ഈ പ്രാർത്ഥിക്കണം, ഈ ദിക്ർ ചൊല്ലണം. അള്ളാഹു ചൊല്ലാനുള്ള ഭാഗ്യം നൽകട്ടെ. അതുപോലെ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന, അതെല്ലാവർക്കും അറിയുന്നതാണ്, ഞാനത് വിശദീകരിക്കുന്നില്ല. ആ പ്രാർത്ഥനയും നിങ്ങൾ ഉപയോഗപ്പെടുത്തുക നിസ്കാരത്തിന്റെ ശേഷം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ ഇബാദത്തുകൾ കബൂൽ ചെയ്യണേ അല്ലാ. ഈമാൻ വർദ്ധിപ്പിക്കണേ റഹ്മാനെ. വിശ്വാസ വൈകല്യങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളെ ഖൽബ് നന്നാക്കി തരണേ അല്ലാ. സന്തോഷവും സമാധാനവും നൽകണേ അല്ലാ. എല്ലാവിധ ടെൻഷനുകളെ തൊട്ടും ഞങ്ങളെ കാക്കണേ റഹ്മാനെ. നിന്റെ കാവല് നൽകണേ അല്ലാ. നിന്റെ സംരക്ഷണം നൽകണേ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.